نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فكل ضلالة في النار. أيها الناس اتقوا الله عباد الله. أوصيكم وإياي أولا بتقوى الله. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ألم تر أن الله يعلم ما في السماوات وما في الأرض ما يكون من نجوى ثلاثة إلا هو رابعهم ولا خمسة إلا هو سادسهم ولا أدنى من ذلك ولا أكثر إلا هو معهم أينما كانوا ثم ينبئهم بما عملوا يوم القيامة إن الله بكل شيء عليم. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പരമകാരുണികനും നമ്മുടെ സൃഷ്ടാവുമായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാനും അവൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും പരമാവധി പകർത്തിയും പാലിച്ചും അള്ളാഹു ഇഷ്ടപ്പെടുന്ന പടപ്പുകളിൽ പെടാൻ പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തോടും നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അത്തരുണത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും അവസാനം സന്തോഷപൂർവ്വം റബ്ബിനെ കണ്ടുമുട്ടാനുമുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ എന്ന നിലക്ക് നമ്മളെല്ലാവരും വളരെയധികം ശ്രദ്ധിക്കേണ്ടതായ പരമപ്രധാനമായ ഒന്നാണ് നമ്മുടെ എല്ലാവരുടെയും സ്വഭാവം നന്നാക്കുക എന്നത്. അള്ളാഹുവിൻ്റെ ഖുർആൻ ഒരുപാട് ആയത്തുകളിലൂടെ സത്യവിശ്വാസികൾ ആകർഷണീയത കൊണ്ട് അവരെ മറ്റുള്ള ആളുകളെ ആകർഷിക്കുവാനുള്ള സവിശേഷമായ സ്വഭാവം കൊണ്ട് സന്തുഷ്ടരായിരിക്കണമെന്ന് ഹദീസുകളിലൂടെയും നമ്മുടെ ദീന് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. 3 കാര്യങ്ങൾ നമ്മളെ വളരെ വലിയ വിജയത്തിലേക്ക് നയിക്കുമെന്ന്. അത് ജീവിതത്തിലുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ സമീപനത്തിൽ മാറ്റമുണ്ടാക്കാനും നമ്മെ പറ്റിയുള്ള മോശമായ അഭിപ്രായത്തെ തിരുത്താനും അതുപോലെ തന്നെ ആത്യന്തികമായി അള്ളാഹുവിൻ്റെ സ്വർഗത്തെ ഏറ്റവും എളുപ്പത്തിൽ കരഗതമാക്കാനും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. മഹാനായ പണ്ഡിതൻ ഇമാം നബവി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഹദീസ് ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക. നീ എവിടെയാണെങ്കിലും നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക. നമ്മുടെ രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരാവുക. നമുക്കറിയാം, നമ്മൾ നല്ലൊരു മനുഷ്യനാകാൻ പബ്ലിക്കിലേക്ക് എത്തുമ്പോൾ നമ്മൾ കാണിക്കുന്ന സവിശേഷമായ ഒരു പ്രകടനപരതയും ഏറ്റവും മനോഹരമായ ഇടപാടുകളും സംസാരങ്ങളും വളരെ താഴ്മയോടെയും വിനയത്തോടെയും കൂടിയുള്ള ഇടപെടലുകളും നമ്മുടെ ചിരിയും നമ്മുടെ എല്ലാ ഇടപാടുകളും മനോഹരമാക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് പുതിയൊരാളുമായിട്ട് നമ്മൾ ബന്ധം പുലർത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആന്തരികതയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ഏറ്റവും മനോഹരമായ സ്വഭാവമാണ് നമ്മൾ പുറത്തു കൊണ്ടുവരിക. ആദ്യമായി പരിചയപ്പെടുന്ന സുഹൃത്ത് മുതൽ, ആദ്യമായി വീട്ടിലേക്ക് കയറി വരുന്ന അതിഥി മുതൽ, ആദ്യമായി ഇടപെടലുകൾ നടത്തുന്ന ആളുകൾ വരെ. പിന്നീട് അത് തകർന്ന് തരിപ്പണമാകാറുണ്ടെങ്കിലും തുടക്കത്തിലെ നമ്മൾ കാണിക്കുന്ന ആ സവിശേഷമായ ഒരു സ്വഭാവവും സൂക്ഷ്മതയും അത് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷെ അവന്റെ സ്വകാര്യതയിലും അവന്റെ ഉള്ളും പുറവും ഒന്നാകുന്ന തരത്തിൽ വിശാലമായ ആ ഒരു സൽസ്വഭാവം ആ മനുഷ്യനുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങളിലും അയാൾക്ക് വിജയിക്കാൻ സാധിക്കും. മറ്റുള്ള ആളുകളോടുള്ള സമീപനം നന്നാക്കുക എന്നത് കേവലമായി എല്ലാവർക്കും സാധിക്കുന്നതാണ്. അതിനൊരു മതം പോലും ആവശ്യമില്ല. ഇസ്ലാം എന്ന മനോഹരമായ മതത്തിന്റെ പുറത്തു നിന്ന് നിൽക്കുന്ന ആളുകൾക്കും സവിശേഷമായ സൽസ്വഭാവങ്ങൾ ആളുകളോട് കാണിക്കാൻ കഴിയാറുണ്ട്. പക്ഷെ ഒരു മുസ്ലിം എന്ന നിലക്ക്, ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ആ കാണിക്കലിന് കൂലി ലഭിക്കുന്നതാണ്. ആ ഇടപാടുകൾ മനോഹരമാക്കുന്നതിലൂടെ അവനൊരു യഥാർത്ഥ സത്യവിശ്വാസിയാകുകയാണ്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് എന്ന് അന്വേഷിക്കുവാൻ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് വന്ന സഹാബത്തിനോട് പ്രവാചകന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു അദ്ദേഹം എന്ന് ചോദിച്ചപ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞൊരു വാക്കുണ്ട്, കാന ഖുലുഖുഹു അൽ ഖുർആൻ. അദ്ദേഹത്തിന്റെ സ്വഭാവം ഖുർആനായിരുന്നു. ഖുർആൻ എന്താണെന്ന് നമുക്കറിയാം. ഖുർആൻ ആര് പടച്ചതാണെന്ന് നമുക്കറിയാം. ആരുടെ കലാമാണെന്ന് നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവരാശിക്ക് ഇറക്കിക്കൊടുത്ത മഹത്തരമായ ആ വേദഗ്രന്ഥത്തെ എത്ര കണ്ട് നമ്മൾ വിലമതിക്കുന്നുവോ അത്രയും വിലമതിക്കപ്പെട്ട സ്വഭാവമായിരുന്നു എന്റെ പ്രവാചകന്റേത് എന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ വളരെ അഭിമാന പുരസ്സരം ആ സഹാബത്തിന് മറുപടി കൊടുക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വലിയ മേഖലയാണ്. മഹത്തരമായ ആദർശം ഉൾക്കൊണ്ടവരാണ് നമ്മൾ. ലോകത്ത് അനേകായിരം ദൈവങ്ങളുണ്ട് എന്ന് ജനസഞ്ചയം പ്രഖ്യാപിക്കുമ്പോഴും അതിൽ ഏറ്റവും മഹോന്നതിയുള്ള ഈ ലോകത്തെ അണ്ടകടാഹങ്ങളെ മുഴുവനും സൃഷ്ടിച്ച ഖാലിഖായ റബ്ബിനെ തെരഞ്ഞെടുത്തവരാണ് നമ്മൾ. ഏറ്റവും വലിയ റബ്ബും ഏറ്റവും വലിയ പ്രവാചകനും ഏറ്റവും വലിയ വേദഗ്രന്ഥവും ഏറ്റവും മഹത്തരമായ ആദർശവും ഉൾക്കൊണ്ട നമുക്ക് ഏറ്റവും മനോഹരമായ സൽസ്വഭാവം പുറത്തു കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. എല്ലായിടത്തും മറ്റുള്ള ആളുകളോട് മാത്രമല്ല സൽസ്വഭാവം വേണ്ടത്, സ്വന്തത്തോട് വരെ ലജ്ജയുള്ളവനാകാനും ഉത്തരവാദിത്തമുള്ളവനാകാനും അമാനത്തുകൾ സംരക്ഷിക്കുന്നവനാകാനും അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവന്റെ റസൂലും നിർദ്ദേശിച്ച നിർദ്ദേശങ്ങളെ സ്വന്തം കാര്യത്തിൽ അനുസരിക്കാൻ, സ്വകാര്യപരമായ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം നമുക്കറിയാം. അത് നമ്മൾ നിർവഹിച്ചിട്ടില്ലെങ്കിൽ ആരും അറിയാത്തതാവാം. ആ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ കൊടുത്തിട്ടില്ലെങ്കിൽ ആരും ചോദ്യം ചെയ്യാത്തതാവാം, പരിഹസിക്കാത്തതാവാം. എന്നാലും ഒരു വിശ്വാസിയുടെ ആത്മാർത്ഥത കൊണ്ട് അയാൾ അവന്റെ സ്വന്തത്തോട് കാണിക്കേണ്ട ആ ഉത്തരവാദിത്വവും അവൻ നിർവഹിക്കും, അവന്റെ റബ്ബിന് വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ ആ അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തെ തുറങ്കലിലടക്കുകയും വീട്ടുതടങ്കലിലാക്കുകയും പള്ളിയിൽ വരെ പോകാൻ സമ്മതിക്കാത്ത വിധം, കുടിക്കാനുള്ള വെള്ളം വരെ കിട്ടാത്ത വിധം ഒക്കെ ക്രൂശിക്കുകയും ചെയ്തൊരു കാലഘട്ടത്തിൽ അദ്ദേഹം, ഞാൻ ഉസ്മാനാണ്,
ഞാൻ ആരാണെന്ന് നിങ്ങൾ അറിയണമെന്ന് പറയുന്ന ഒരു വാചകമുണ്ട് ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ. ഇൻഷാ അല്ലാഹ് നമ്മളൊരു ഖുതുബയിൽ അത് പറയും. അതിൽ മണിക്കൂറുകളോളം അത് വായിച്ചിട്ട് നിശ്ചലമായി പോയൊരു വാക്കുണ്ട് പ്രിയപ്പെട്ടവരെ. ഞാൻ ഇന്ന് കുടുംബത്തിലാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാനോടും അബൂബക്കർ സിദ്ദീഖിനോടും നിങ്ങളുടെ ജാഹിലിയ്യ കാലഘട്ടത്തിൽ നിങ്ങൾ മോശക്കാരായിരുന്നോ? നിങ്ങൾ മദ്യപാനവും മറ്റുമൊക്കെ ഉള്ള ആളുകളായിരുന്നോ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് എന്ന് നാട്ടുകാർ ചോദിച്ച സമയത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതില്ല. ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ആദർശത്തിലേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പും ഞങ്ങൾ മദ്യപിക്കുകയോ മറ്റ് ഹറാമുകൾ ചെയ്യുകയോ ചെയ്തിരുന്നില്ല. ഞങ്ങൾ അത്രയും വലിയ മഹത്തരമായ ഒരു കുടുംബത്തിൽ ജനിച്ചവരായിരുന്നു എന്ന് അഭിമാനപുരസരം പറഞ്ഞ ഈ ഉസ്മാൻ ബിൻ അഫ്ഫാൻ പറയുന്നുണ്ട്. ഞാൻ അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വസിച്ച ഇത്രമനായിരുന്നു എന്നൊക്കെ പരിചയപ്പെടുത്തിയിട്ട് പ്രവാചകന്റെ 2 പെൺകുട്ടികളെ, ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു, അവര് മരണപ്പെട്ടപ്പോൾ അടുത്ത മകളെയും അതേ ആൾക്ക് കൊടുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുന്നൂറൈൻ എന്ന് അവരെ നാമത്തിൽ അറിയപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ പറയാണ്, എന്റെ ജാഹിലിയ്യത്തിൽ ഇങ്ങനെയുള്ള ഒരു മോശത്തരവും എനിക്കുണ്ടായിരുന്നില്ല. ഇനിയോ അദ്ദേഹം പറയാണ്, ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ലജ്ജയുടെ കാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മറ്റാരെക്കാളും ലജ്ജയുടെ കാര്യത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ അങ്ങേയറ്റം മുകളിലായിരുന്നു. പ്രവാചകന് പോലും ലജ്ജയായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വരുമ്പോൾ, ഞാൻ ആ ചരിത്രത്തിലേക്ക് പോകുന്നില്ല പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ വരുമ്പോൾ പ്രവാചകന് വല്ലാത്തൊരു അച്ചടക്കവും ലജ്ജയും അഭിമാനവും ഉണ്ടായിരുന്നു എന്ന് ആ ഉസ്മാൻ ബിൻ അഫ്ഫാൻ പറയാണ്, ഞാൻ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം എന്റെ വലത് കൈകൊണ്ട് എന്റെ സ്വകാര്യ ഭാഗങ്ങൾ സ്പർശിച്ചിട്ടേ ഇല്ല എന്ന്. അദ്ദേഹത്തിന്റെ ഒരൊറ്റ വാക്കാണ് ഞാൻ ഇത് പറയാൻ ഇത്രയും ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, തന്റെ വലത് കൈകൊണ്ട് തന്റെ ഗുഹ്യഭാഗങ്ങൾ, സ്വകാര്യ ഭാഗങ്ങൾ സ്പർശിച്ചിട്ടേ ഇല്ല. നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കേണ്ട ഒരു വലിയൊരു പോയിന്റ് ഉണ്ട് അവിടെ. സ്വന്തത്തിന്റെ സ്പർശിച്ചിട്ടില്ല എന്നാണ്. ബാക്കി നിങ്ങളെല്ലാവരും ചിന്തിച്ചാൽ മതി. പ്രിയപ്പെട്ടവർ, എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും സ്വഭാവത്തിൽ സൂക്ഷ്മതയിൽ അവരവരോട് വരെ ചെയ്തു കാണിക്കേണ്ടതായ കുറെ ധർമ്മങ്ങളുണ്ട്. അവിടേക്കൊക്കെയും നമ്മളുടെ ശ്രദ്ധയെ തിരിച്ചുവിടുമ്പോഴാണ് ഒരു മനുഷ്യൻ സ്ഫുടം ചെയ്യപ്പെട്ട കറകളഞ്ഞ മുത്തക്കയായ ഒരു മനുഷ്യനാണെന്ന് അയാൾക്ക് തോന്നുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, പബ്ലിക്കിന് തോന്നിപ്പിക്കാൻ നമ്മളുടെ നല്ല ചിരിയും ഇടപെടലുകളും വാങ്ങിക്കൊടുക്കലുകളും ഉദാരതയും ഒക്കെ മതിയാകും, നമ്മളുടെ പുഞ്ചിരി മതിയാകും, നമ്മളുടെ അച്ചടക്കം മതിയാകും. പക്ഷേ നമ്മളുടെ യഥാർത്ഥ രൂപം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നിങ്ങളുടെ ഭാര്യയുടെ അടുക്കൽ വിലയുള്ളവനാണെന്ന പ്രവാചകന്റെ വാക്ക്. നമ്മളുടെ ഭാര്യയോട് ചോദിച്ചാൽ അവൾക്ക് പോലും അഭിപ്രായമില്ലാത്ത മനുഷ്യരായിട്ടാണെങ്കിൽ, തിരിച്ചും പല ഭർത്താക്കന്മാർക്കും അയാളുടെ ലോകത്ത്, അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് വന്ന ഏറ്റവും വലിയ പരീക്ഷണം ഏതാണെന്ന് ചോദിച്ചാൽ വളരെ വളരെ വ്യക്തതയിൽ അദ്ദേഹം എന്റെ ഭാര്യയാണ് എന്ന് പറയുന്ന അവസ്ഥയിലുണ്ട് ആളുകൾ. എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് പരസ്പരം സ്വന്തം ഇണക്ക് പോലും അഭിപ്രായമില്ലാത്ത വിധം സ്വഭാവത്തിൽ വമ്പിച്ച പ്രശ്നമുള്ള ആളുകളായിട്ടാണ് മുസ്ലിങ്ങളിൽ വലിയൊരു വിഭാഗം ആളുകൾ ജീവിക്കുന്നത്. പബ്ലിക് നമ്മളെ മുത്തക്കി എന്ന് വിളിച്ചത് കൊണ്ട് പ്രിയപ്പെട്ടവരെ കാര്യമില്ല. പബ്ലിക് നമ്മളെ വിലയിരുത്തുന്നിടത്ത് വിജയിക്കുന്നത് കൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെടുകയില്ല. നമ്മുടെ സ്വകാര്യ ജീവിതത്തിലും നമ്മുടെ ഇടപാടുകളിലും നമ്മുടെ അയൽവാസികൾക്ക് വരെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യമാണ്. തൗഹീദുള്ളവരാണ് നമ്മൾ, ബിദ്അത്തുകൾ ചെയ്യാത്തവരാണ് നമ്മൾ, ഹറാമുകൾ മ്ലേച്ഛമെന്ന് അല്ലാഹുവിന്റെ റസൂൽ അറപ്പോടെ കാണിച്ച ഒരു ഹറാമും ചെയ്യാത്തവരാണ് നമ്മൾ. ഇനി ഏതെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നിർത്തിയവരാണ് നമ്മൾ. വൻപാപങ്ങളും ചെറുപാപങ്ങളും ഒരുപോലെ അറപ്പോടെ കാണിച്ച് ജീവിതത്തിൽ നിന്ന് അതൊക്കെ മാറ്റി നിർത്തിയവരാണ് നമ്മൾ. ചെറിയ പുണ്യമാണ് റസൂലുള്ള പറഞ്ഞതെങ്കിലും അതും എടുക്കണമെന്ന് വിചാരിച്ച് ജാഗ്രതയോടെ ജീവിതം പുലർത്തുന്നവരാണ് നമ്മൾ. എന്നിട്ടും അയൽവാസികൾക്ക് നമ്മളെ പറ്റി അഭിപ്രായം പറയുന്നിടത്ത് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു യെസ് പറയാൻ, ഒരു നല്ലത് പറയാൻ സാധിക്കാത്തത് എന്നത് പരിശോധിച്ചാൽ, തലനാരിഴകീറി അതിനൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്താൽ വ്യക്തമായി നിങ്ങൾക്ക് നേടിച്ച് കാണാം നിങ്ങളുടെ സ്വഭാവമാണ് അവിടുത്തെ അന്ധകനെന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ സ്വഭാവം മാത്രമായിരിക്കും നമ്മൾ മോശക്കാരൻ. അല്ലാത്തടത്ത് നിങ്ങൾ നോക്ക്, നമ്മുടെ ചുറ്റുപാടുമുള്ള സമൂഹത്തിൽ നിന്ന് ഏറ്റവും വൃത്തിയിൽ നടക്കുന്നവർ നമ്മളാണ്. ഒരു സംശയവുമില്ല പ്രിയപ്പെട്ടവരെ. ശാരീരികമായ എല്ലാ വ്യവസ്ഥകളെയും അള്ളാഹുവിന്റെ റസൂൽ പുണ്യമാക്കി പറഞ്ഞു തന്നിടത്തൊക്കെ എല്ലാ വൃത്തിയും കൃത്യമായി നിർവഹിക്കുന്നവർ,
അല്ലേ? പുറം ഭാഗങ്ങളിൽ കാണുന്ന ശാരീരികമായ അവയവങ്ങളുടെ ഭാഗങ്ങളിൽ വുളൂഇലൂടെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു മനുഷ്യൻ ഒഴുകി വരുന്ന പുഴയിൽ നിന്ന് 5 നേരം കുളിക്കുന്നവന്റെ ശുദ്ധിയാണ് മുസ്ലിമേ. 5 നേരം വുളൂ ചെയ്യുന്നതിലൂടെ നമ്മൾ ഏറ്റെടുക്കുന്നത്, നേടിയെടുക്കുന്നത് വൃത്തിയുടെ കാര്യത്തിൽ, കുളിയുടെ കാര്യത്തിൽ, വസ്ത്രത്തിന്റെ കാര്യത്തിൽ, മുടി ചീകി വെക്കുന്ന കാര്യത്തിൽ, അയൺ ചെയ്യുന്ന കാര്യത്തിൽ, സമൂഹത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അത്രയും ഗംഭീരമാണ് പ്രിയപ്പെട്ടവരെ. അവന്റെ വീടകങ്ങളിൽ കയറി ചെന്നാൽ, അവന്റെ സ്ഥാപനങ്ങളിൽ കയറി ചെന്നാൽ, അവന്റെ കൂടെ യാത്ര ചെയ്താൽ കാണിക്കുന്ന ആ ഒരു ആ ഒരു മാന്യതയും ആ ഒരു ആകർഷണീയമായ ആ ഒരു അവസ്ഥയും മറ്റൊരാളിൽ നിന്നും കിട്ടുന്നില്ല. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. ഇസ്സത്ത് അല്ലാഹുവിനുള്ളതാണ്, ഇസ്സത്ത് റസൂലിനുള്ളതാണ്. വലിൽ മുഅ്മിനീൻ, പ്രതാപം എന്നത് മുസ്ലിമീങ്ങൾക്കുള്ളതാണ്, വിശിഷ്യ മുഅ്മിനീങ്ങൾക്കുള്ളതാണ്. സ്വഭാവം എന്നിടത്ത് പ്രിയപ്പെട്ടവരെ നമ്മൾ സൂക്ഷിക്കണം. എല്ലാവരും എന്റെ ഖുതുബ കേൾക്കുന്ന ഈ മുന്നിലിരിക്കുന്നവരോടും പിന്നിലിരിക്കുന്നവരോടും സ്ത്രീകളോടും സ്വഭാവത്തിന്റെ കാര്യത്തിൽ നമ്മളെല്ലാവരും സൂക്ഷിക്കേണ്ടതുണ്ട്. മഹത്തരമായ ഉത്കൃഷ്ടമായ ഒരു വേദഗ്രന്ഥം അതിനെ മുന്നിൽ വെച്ച് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം കാന ഖുലുഖുഹു അൽ ഖുർആൻ എന്ന് പരിചയപ്പെടുത്തിയ പ്രവാചകന്റെ അനുയായികളായ നമ്മൾ സ്വഭാവത്തിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. അയൽവാസികൾക്ക് അഭിപ്രായം ഉണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, കമ്മിൻ ജാരിൻ മുതഅല്ലിഖുൻ ലിജാരിഹി യൗമൽ ഖിയാമ. എത്ര പേർക്കറിയാം തന്റെ അയൽവാസി തന്റെ കയ്യും പിടിച്ച് അല്ലാഹുവിന്റെ മുന്നിൽ വരുമെന്ന്? എത്ര പേർക്കറിയാം? നമ്മുടെ കയ്യും പിടിച്ച് നമ്മുടെ അയൽവാസി വരും അത്ര അല്ലാഹുവിന്റെ മുന്നിൽ. എന്നിട്ട് പറയും പോലെ ഇസ്അൽ ഹാദാ യാ റബ്ബ്, ഇസ്അൽ ഹാദാ, റബ്ബേ ചോദിക്കുക ഇയാളോട്, ലിമാ അഗ്ലക ബാബഹു. ഈ അയൽവാസിയായ ഈ മനുഷ്യൻ വാതിലടച്ച് ജീവിച്ചവനാണ്, എന്റെ അയൽവാസിയായിരുന്നു. വലിയ അമ്പലചുംബികയായ സൗദത്തെ നിർമ്മിച്ച് വലിയ ആളുകൾക്ക്, പരിസരവാസികൾക്ക് അള്ളാഹു നൽകിയ മന്ദമാരുതനെ തടഞ്ഞു ഉയർന്ന മതിൽ കെട്ടി ഒരാൾക്കും കയറിപ്പറ്റാൻ കഴിയാത്ത വിധമുള്ള മാരകമായ എന്ന് പറയണം, അങ്ങനെ തന്നെ പറയണത്, അങ്ങനെ ഒരു ഗേറ്റ് നിർമ്മിച്ച് ഒരാൾക്കും അവിടേക്ക് പോകാൻ കഴിയാത്ത വിധം ഞാനും എന്റെ കുടുംബവും എന്റെ സംവിധാനങ്ങളും എന്ന നിലക്ക് ജീവിച്ചവനാ റബ്ബേ. എന്റെ മക്കൾക്ക് അവിടെ പോയി കളിക്കാൻ, ഞങ്ങൾക്ക് സൗഹൃദം പങ്കിടാൻ, എന്റെ ഭാര്യക്ക് വശത്തുള്ള വാതിലിലൂടെ അവരുമായിട്ടൊന്നും സൗഹാർദ്ദം പുലർത്താൻ ഒന്നും സാധിക്കാത്ത വിധം വാതിലടച്ച് ജീവിച്ചവനാണ്. റബ്ബേ ചോദിക്കുക അയൽവാസിയോട്, എത്ര ഫദ്ലുകൾ കൊടുത്തിരുന്നു, ആ ഒരു ഫദ്ലും ഞങ്ങൾക്ക് ആർക്കും ഉപകാരം ഉണ്ടായിട്ടില്ല റബ്ബേ. ചോദിക്കെന്താക്കിയതാണ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് കൊടുത്ത വാഹനം, അയാൾക്ക് കൊടുത്ത സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ, സാമ്പത്തികത, അയാൾക്ക് കൊടുത്തിരിക്കുന്ന പദവികൾ, അയാൾക്ക് ഇടപെടാൻ കഴിയുന്ന പല മേഖലകൾ, ഇതെല്ലാം റബ്ബെ കൊടുത്തിരുന്നില്ലേ ഇയാൾക്ക്? എന്താക്കി എന്ന് ചോദിക്കും റബ്ബെ. ഇയാൾ ഒറ്റക്ക് മുഴുകിയതാണ് എന്ന രൂപത്തിൽ ചോദിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ പോർച്ചിലിരിക്കുന്ന വാഹനം പോലും റബ്ബേ ഞങ്ങൾക്ക് ഉപകരിച്ചിരുന്നില്ല എന്ന് അയൽവാസികൾ കയ്യും പിടിച്ചു എന്ന് പറയുന്ന അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്നിട്ട് പറയാം, അന്നാണ് നമുക്ക് മനസ്സിലാകുക അള്ളാഹു നമുക്ക് തന്ന തേങ്ങയും, അള്ളാഹു നമുക്ക് തന്ന വിറകും, അള്ളാഹു നമുക്ക് തന്ന ധാന്യവിളകളും വരുമാനവും എന്റെ അയൽവാസികൾക്കും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു, ഇവൻ കൊടുക്കുമോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക. ഈ അയൽവാസി പരലോകത്ത് വന്ന് ചോദിച്ചാലാണെന്ന്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലായിടത്തും പ്രശ്നമാണ്. വർഷങ്ങളോളം ജനൽവാതിലുകൾ തുറക്കാതെ ജീവിക്കുന്ന അയൽവാസികളായി ജീവിക്കുന്നവരുണ്ട്. ഒരു ചെറിയ നുരുമ്പ് ഭൂമിയായിരിക്കും പ്രശ്നം, ഒരു ചെറിയ ഇലകൾ ഇങ്ങനെ അപ്പുറത്തേക്ക് തൂങ്ങിയതായിരിക്കും പ്രശ്നം. ഇവിടത്തെ കുട്ടികൾ, നിഷ്കളങ്കരായ കുട്ടികൾ കളിച്ച പന്തുകൾ അപ്പുറത്തേക്ക് പോയതായിരിക്കും പ്രശ്നം. വർഷങ്ങളോളം ഹൗസ് ഹദ്റജ് ഗോത്രം 10-15 വർഷക്കാലം യുദ്ധം നടത്തിയിരുന്നു ജാഹിലിയ്യത്തിൽ എന്ന് റസൂലുള്ള പരിചയപ്പെടുത്തിയതുപോലെ. നീണ്ട വർഷക്കാലം അയൽപക്ക ബന്ധങ്ങൾ മുറിച്ച് ജീവിക്കുന്നവരുണ്ട്. അതിലൊരു വിഭാഗം മുസ്ലിമാണെങ്കിൽ മുസ്ലിമേ നിന്നെ പരലോകത്ത് പിടിക്കും അയാൾ, ഉറപ്പാണ്. അത് ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, ക്രിസ്ത്യാനിയാവട്ടെ, മതനിഷേധിയാവട്ടെ, ദൈവമില്ലെന്ന് പറയുന്നവനാവട്ടെ, അവൻ അയൽവാസിയാണോ മുസ്ലിമേ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് അയാളോട്. സുബ്ഹാനല്ലാഹ്. മഹാനായ ഹസനുൽ ബസരി റഹിമഹുള്ളയുടെ ചരിത്രമുണ്ട്, ഞാൻ മുൻപ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അയൽവാസി ഒരു ക്രിസ്ത്യാനിയായിരുന്നു. ഈ ക്രിസ്ത്യാനിക്ക്
ഒരുപാട് കന്നുകാലി സമ്പത്തും ഒരു വലിയ ആലയും ഒക്കെ ഉണ്ടായിരുന്നു. ആ ആലയിൽ നിന്ന് ചാണകവും മാലിന്യവും മഹാനായ പ്രഗത്ഭനായ പണ്ഡിതൻ ഹസനുൽ ബസരി റഹിമഹുള്ളയുടെ വീട്ടിലേക്ക് ഇങ്ങനെ ഒഴുകി വരാൻ തുടങ്ങി. വമ്പിച്ച ദുർഗന്ധമാണ്. ഹസനുൽ ബസരി റഹിമഹുള്ളയും അദ്ദേഹത്തിന്റെ ഭാര്യയും ഒക്കെ അതെപ്പോഴും ഇങ്ങനെ ക്ലീനാക്കും. അയൽവാസിയുമായിട്ട് നല്ല ബന്ധമാണ്. ഈ ഒരു അസൗകര്യത്തെ ഹസനുൽ ബസരി മിണ്ടിയില്ല ഈ അയൽവാസിയോട്. ഒരു പ്രയാസം കിട്ടും, നമ്മളൊക്കെ എന്താണ് ഒരു ഓല വീഴുമ്പോൾ ഉളുപ്പില്ലാതെ കയറിച്ചത് പറയും, നിങ്ങളെ ഇല അവിടെ വീഴുന്നുണ്ട് കേട്ടോ. എന്താണ് ഇതാ നമ്മളെ ദീനതാണ്. ചിന്തിച്ചു നിങ്ങളെ കോഴി ഇവിടെ വന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ. എന്താ പ്രശ്നം? കോഴിക്ക് എന്താ ആ ഒരു ഇൽമുണ്ടോ? ആരെ വീടാണെന്നുള്ള ഇൽമുണ്ടോ പ്രിയപ്പെട്ടവരെ? അങ്ങനെ വർഷങ്ങൾ നീണ്ടു. എപ്പോഴും സൗഹൃദത്തിൽ പുറത്തുനിന്ന് സംസാരിക്കുന്ന ഹസനുൽ ബസരിയെ കുറച്ച് ദിവസങ്ങൾ കാണാതായപ്പോൾ ഈ ക്രിസ്ത്യാനിയായ മനുഷ്യൻ അന്വേഷിച്ചു ഇദ്ദേഹം എവിടെ. ആരോ പറഞ്ഞു അദ്ദേഹം അസുഖമായിട്ട് കിടക്കുകയാണ്. അങ്ങനെ ഹസനുൽ ബസരി കാണാൻ വേണ്ടിയിട്ട് ആ ക്രിസ്ത്യാനിയായ മനുഷ്യൻ വീട്ടിലേക്ക് പോകുമ്പോൾ ദുർഗന്ധം വമിച്ച് മൂക്കുമൊത്തിപ്പോയി. നോക്കുമ്പോ അതാ മാലിന്യവും വ്രണങ്ങളും ചാണകവും എല്ലാം ഇങ്ങനെ കുമിഞ്ഞു കൂടിക്കിടക്കുകയാണ് മുറ്റത്ത്. നോക്കുമ്പോ തന്റെ ആലയിൽ നിന്ന് ഒലിച്ചു വന്ന് കെട്ടിക്കിടക്കുക. അദ്ദേഹം ആകെ തലതാഴ്ന്നു പോയി. ഹസനുൽ ബസരിയുടെ അടുക്കിലേക്ക് വന്നിട്ട് പറഞ്ഞു, ആ അസുഖത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞ ശേഷം പറഞ്ഞു, എന്താണ് പുറത്തുള്ള പ്രയാസങ്ങൾ? എത്ര മാലിന്യങ്ങളാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ കുത്തി ഒഴുകി വന്നിരിക്കും, എന്തേ നിങ്ങൾ പറയാഞ്ഞത്? നമുക്കത് വൃത്തിയാക്കണം, ആ ആല തന്നെ ഒഴിവാക്കാൻ ഞാൻ റെഡിയാണ് എന്ന നിലക്ക് ഒരു അയൽപക്ക മര്യാദയിൽ ഈ ക്രിസ്ത്യാനിയായ മനുഷ്യൻ സംസാരിച്ചു. ഇതെപ്പോഴാണ് ഇത് സംഭവിച്ചത്, എന്തേ നിങ്ങൾ പറയാഞ്ഞത് ചോദിച്ചു. ഹസനുൽ ബസരി പറഞ്ഞു, ഒന്നും വിഷയമല്ല, ഞാനൊരു 3-4 ദിവസം ഇങ്ങനെ അസുഖമായിട്ട് കടന്നുപോയി. ഞാൻ ഈ ചരിത്രം വളരെ എന്താ പറയുക ഹൃദ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഈ ഖുതുബയിൽ. നമ്മളെല്ലാവരും ഇതിൽ പാഠമുണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പൊ അത് ഞാൻ പനിച്ചെഴുന്നേറ്റാൽ ഞാൻ റെഡിയാക്കിക്കോളാം, അത് വിഷയമല്ല എന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങൾ പറയാം എപ്പോഴാണ് വന്നത്? ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇനി അത് വിഷയാക്കണ്ട, അത് റെഡിയാക്കും, ഞാൻ റെഡിയാക്കും. ആവർത്തിച്ച് ക്രിസ്ത്യാനിയായ ആ മനുഷ്യൻ ചോദിച്ചപ്പോൾ എപ്പോഴാ ഇത് ഒലിച്ചു വരാൻ തുടങ്ങിയതെന്ന് ചോദിച്ചപ്പോൾ ഹസനുൽ ബസരിയുടെ അദ്ദേഹത്തിന്റെ നിർബന്ധത്തിന് വഴി ഹസനുൽ ബസരി കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്. 20 വർഷമായി അയൽവാസിയുടെ മാലിന്യവും ചാണകവും മൂത്രവും അടക്കമുള്ള ദുർഗന്ധം പുഴുവലിക്കുന്ന ഈ വ്രണങ്ങളും മറ്റും തന്റെ മുറ്റത്തേക്ക് വരാൻ തുടങ്ങിയിട്ട് 20 വർഷമായി എന്ന് പ്രഗത്ഭനായ ഇസ്ലാമിന്റെ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ മറുപടി കേട്ട് ക്രിസ്ത്യാനിയായ മനുഷ്യൻ ഇറങ്ങിപ്പോകുന്നുണ്ട്. കുളിച്ചു മാറ്റി വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അയൽവാസിയോട് ഇത്ര വലിയ ഉദാത്തമായ മര്യാദ കാണിക്കണമെന്ന് മുസ്ലിങ്ങൾക്ക് പഠിപ്പിച്ച നിങ്ങളുടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഞാൻ വിശ്വസിക്കുകയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇസ്ലാം സ്വീകരിച്ചു അദ്ദേഹം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നോക്ക്, നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ്? നമ്മുടെയൊക്കെ അവസ്ഥ ഇവിടെയാണ് സ്വഭാവം. ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ സഹയാത്രികനോട്, ഒരു കച്ചവട ഡീലിംഗ് നടക്കുമ്പോൾ എതിരാളിയോട്, അതൊരു സ്ഥാപനത്തിന്റെ ഉടമയാവട്ടെ നമ്മുടെ കസ്റ്റമർ ആവട്ടെ അവരോട് കാണിക്കേണ്ട സംസാരത്തിലെ ഇടപാടിലെ മര്യാദയിലെ സൂക്ഷ്മതയുണ്ടെങ്കിൽ ആ പ്രതാപം നമ്മൾ കാരണത്താൽ ഇസ്ലാമിന് നഷ്ടപ്പെടില്ല. ഈ സ്വഭാവ ഈ സംസ്കരണമാണ് എല്ലാ ആളുകൾക്കും ഉയർത്തിക്കൊണ്ടുവരാൻ പ്രയാസമുള്ള ഒന്ന്. ബാക്കിയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ദരിദ്രനായ മനുഷ്യന് സമ്പന്നനാകാൻ എളുപ്പമാണ്. ആരോഗ്യം കുറവുള്ള മനുഷ്യന് ആരോഗ്യവാനാവാൻ എളുപ്പമാണ്. ഇന്നത്തെ ആധുനിക സംവിധാനം ഉപയോഗിച്ച് ഭംഗിയില്ല എന്ന് നമ്മൾ പറയുന്ന ആളുകൾക്ക് ഭംഗി കൊണ്ടുവരാൻ വരെ എളുപ്പമാണ്. പക്ഷേ സ്വഭാവ സംസ്കരണത്തിന്റെ രാജാവായ ഇസ്ലാമിന്റെ ആദർശം നെഞ്ചേറ്റിയ ആളുകൾക്ക് അതിൽ പറയുന്ന നിയമങ്ങളെ തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു സൽസ്വഭാവിയാണ് അയാൾ, നല്ലൊരു മനുഷ്യനാണ് അയാൾ എന്ന് പറയിപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മളിൽ പലർക്കും സാധിക്കാറില്ല. എല്ലാവരും ഇങ്ങനെ ഒരു എന്താ പറയുക ചൈനന്റെ പ്രൊഡക്റ്റ് പോലെ ഇങ്ങനെ വളരെ കത്തിത്തിളങ്ങി ഇങ്ങനെ നിൽക്കും. തെറ്റിയാൽ ഒറിജിനൽ പുറത്തു വരും, സംസാരം തെറ്റിയാൽ ഒറിജിനൽ പുറത്തു വരും. ചൈന പ്രൊഡക്റ്റ് പോലെ കാണാൻ അടിപൊളിയായിരിക്കും, ഫസ്റ്റ് സ്റ്റെപ്പിൽ അടിപൊളിയായിരിക്കും. അവനുമായിട്ട് വല്ല ഡീലും ചെയ്താൽ, അവനുമായിട്ട് വല്ല ഇടപാടുകൾ നടത്തിയാൽ, സാമ്പത്തികമാവട്ടെ എന്താവട്ടെ, അന്ന് അവൻ ഇയാൾക്ക് തിരിച്ചറിയും. അവൻ അയൽവാസിയായി വന്നാൽ അതുവരെ ഏറ്റവും ഇഷ്ടമുള്ള സുഹൃത്തായിരിക്കും. നിങ്ങൾ എൻ്റെ വീട്ടിൻ്റെ അടുക്കൽ ഒരു പറമ്പുണ്ട്, അത് വാങ്ങിക്കൂടി ഇതുവരെ പറഞ്ഞു കൊണ്ടുവന്നതായിരിക്കും. ഈ മനുഷ്യന്റെ ദുസ്വഭാവങ്ങളെ, അതിന്റെ ദുർഗന്ധത്തെ താങ്ങാനാവാതെ ഈ കൊണ്ടുവന്നവൻ ബാക്കിയുള്ള കാലങ്ങളിൽ കഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാവും. മുസ്ലിങ്ങളെ, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയണം, ഞാനും നിങ്ങളും ഒരുപാട് നന്നാകാനുണ്ട്, ഞാനും നിങ്ങളും ഒരുപാട് തിരുത്താനുണ്ട്. അവിടെയാണ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്. നേരത്തെ പറഞ്ഞ
തിന്മയെ നന്മ കൊണ്ട് മായ്ക്കുന്ന പണികൾ എടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്ത് ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും ഒന്ന് അപ്പുറത്ത് കൊടുത്തു, അവിടുത്തെ കുട്ടിയെ ഒന്ന് താലോലിച്ച്, തൻ്റെ 2 കുട്ടികൾക്ക് 2 ചോക്ലേറ്റ് വാങ്ങുമ്പോൾ അപ്പുറത്ത് വാപ്പയില്ലാത്തൊരു കുട്ടിയുണ്ടെങ്കിൽ, വരുമാനമില്ലാത്ത വാപ്പയുടെ മകനാണെങ്കിൽ, ഇങ്ങനെയുള്ളൊരു ചോക്ലേറ്റ് ഒന്നും കിട്ടാൻ ലഭ്യത ഒരു സാധ്യതയും ഇല്ലാത്ത കുട്ടിയാണ്, ഇനി അതൊക്കെ ഉള്ളവനാണെങ്കിലും ശരി, ആ കുട്ടിയും ആ മധുരം നുണയ്ക്കട്ടെ എന്ന് ചിന്തിക്കുന്നിടത്ത് ഒരു സൽസ്വഭാവത്തിന്റെ ഒരു ക്രിയേഷൻ നടക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അത് കൊണ്ടുവരണം നമ്മളെല്ലാവരും. കണ്ടക്ടറോടും ഓട്ടോ ഡ്രൈവറോടും പാൽക്കാരനോടും പത്രക്കാരനോടും അയൽവാസിയോടും തേങ്ങ പറിക്കാൻ വരുന്നവനോടും ഉദാത്തമായ മാന്യമായ മര്യാദ കാണിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, നിങ്ങൾ നിങ്ങളുടെ തൊഴിലാളി നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന സമയത്ത് അവന്റെ കൂടെ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ, ഭാര്യയുടെ കൂടെ അല്ല, അവന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവിടെയാണ് പ്രവാചകൻ പറഞ്ഞില്ലേ, തന്റെ തൊഴിലാളിയോ തന്റെ ഭാര്യയെ തന്റെ അടിമയെ ഉപദ്രവിക്കുന്നത് ഒരാൾക്കും അനുവദിച്ചതല്ല എന്ന് പറഞ്ഞു. തൊഴിലാളിയെ അടിക്കരുതെന്ന് റസൂലുള്ളാഹിന്റെ വാക്കുണ്ട്. ഇവിടെയൊക്കെയാണ് പ്രിയപ്പെട്ടവരെ ഒരു നല്ല മനുഷ്യനെ രൂപപ്പെടുത്താൻ നമുക്ക് സാധിക്കുക. കാരണം എന്താ, എങ്കിലേ നമ്മൾ ഏറ്റെടുത്ത ഈ ആദർശം അതൊരു മഹത്തരമായ ആദർശമായി മാറുന്നുള്ളൂ. ഇയാൾ എന്ത് മാപ്പിളയാണ്, ഇയാൾ എന്ത് മുസ്ലിമാണെന്ന് നാട്ടുകാരും അയൽവാസികളും പറയുന്നിടത്തേക്ക് നമ്മൾ പോകരുത്. സ്വഭാവത്തിന്റെ കാര്യത്തിൽ കേട്ടോ, ബാക്കി ഹറാമുകളൊക്കെ നമ്മൾ കുറച്ച് പറഞ്ഞിട്ടുണ്ട് മുമ്പ്. ഈ ഒരു കാര്യത്തിൽ ഏറ്റവും എളുപ്പമുള്ളത് സംഭവം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും നമ്മുടെ സ്വഭാവത്തെ ഒന്നുകൂടി നന്നാക്കണമെന്ന് ആവർത്തിക്കുകയാണ്. അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക, ഒരു വിചാരണ നമുക്ക് എന്തായാലും വരാനുണ്ട്. ഈ പറഞ്ഞതുപോലെ അയൽവാസി നമ്മുടെ കയ്യും പിടിച്ച് വരാനുണ്ട്. നമ്മളുടെ ഭാര്യ നമ്മളെ എങ്ങനെ വിലയിരുത്തുന്നു എന്നത് ചർച്ച ചെയ്യാനുണ്ട്. നമ്മുടെ സാക്ഷികളായി നമുക്ക് ചുറ്റും ജീവിച്ചിരുന്ന ആളുകളുടെ അഭിപ്രായം യഥാർത്ഥത്തിൽ എന്താണെന്ന്, അല്ലേ? മക്കളൊക്കെ ചിലപ്പോൾ വാപ്പാനെ പറ്റി നല്ല വാപ്പ എന്നൊക്കെ പറയും, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തൊരു വാപ്പയാണ് ഇയാൾ എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് നമ്മൾ പോകരുത്. മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ എത്ര കുരുത്തം കെട്ടതായാലും നിങ്ങളെ ചേർത്ത് പിടിച്ചുമ്മ വെക്കാൻ ബാപ്പയും ഉമ്മയും ഈ ദുനിയാവിൽ ബാക്കിയുണ്ട്. എങ്കിലും നിങ്ങളുടെ മാതാപിതാക്കൾക്ക് മനസ്സിന് സമാധാനം തരാത്ത ഒരു പ്രശ്നക്കാരനായിട്ടാണ് മക്കളെ നമ്മൾ വളരുന്നതെങ്കിൽ, സ്കൂളിൽ നിന്ന് വിളി വരികയാണ്, ഓട്ടോ ഡ്രൈവറിൽ നിന്ന് വിളി വരികയാണ്, സഹോദരനായ സുഹൃത്തായ കടക്കാരിൽ നിന്ന് വിളി വരികയാണ്, നിങ്ങളെ മോന് ഇങ്ങനെ ചെയ്തിട്ട്, നിങ്ങളെ മോനെ ഇന്നെടുത്ത് കണ്ടിട്ട്, നിങ്ങളെ മോളെ ഇന്നെടുത്ത് കണ്ടിട്ട്. എത്ര ബന്ധുരുകുന്നത് മാതാപിതാക്കൾ. അവരെന്നാലും നിങ്ങളെ പോറ്റി വളർത്തും, സ്നേഹിക്കും, അവരെല്ലാം നിങ്ങൾക്ക് സമർപ്പിക്കും. എങ്കിലും ആ വാപ്പ എന്ന മനുഷ്യന്റെ, ഉമ്മ എന്ന മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴുന്നിടത്തേക്ക് നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടിയും മരലോകത്ത് നമ്മൾ കൊടുക്കേണ്ടി വരും. നമ്മളെ വാപ്പല്ലേ, മരണാശയിൽ കിടക്കുമല്ലേ മരിച്ചാൽ വാപ്പെല്ലാം പൊരുത്തപ്പെടും അവർ, സംശയമില്ല. പക്ഷേ പൊരുത്തപ്പെട്ടാലും അവരവരുടെ ഉത്തരവാദിത്തങ്ങളിൽ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അറഫാ ദിനത്തിൽ മുഴുപാപങ്ങളും കബറാളികൾക്ക് പുറത്തു കൊടുക്കുമല്ല ഒരു വിഭാഗത്തിനൊഴികെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ്? തൻ്റെ മാതാപിതാക്കൾക്ക് പ്രയാസമുണ്ടാക്കിയ മനുഷ്യൻ അറഫാ ദിനത്തിലും മാപ്പില്ല എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പറഞ്ഞാൽ അവരതൊക്കെ കൂടി കോംപ്രമൈസ് ചെയ്യുമെന്ന് വിചാരിച്ച് എപ്പോഴും ഇങ്ങനെ കംപ്ലൈന്റ് വരുത്തുന്ന മക്കളായി വളരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നല്ല കുട്ടിയാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖുറൈശി തറവാട്ടിലെ മുഴുവൻ ആളുകളും അന്നത്തെ വദ്ദിനെ, സുവാഇനെ, യഊഖിനെ, യഊസിനെ, നസ്റിനെ ആരാധിച്ചിരുന്നവർ വരെ പ്രവാചകനെ വിളിച്ചത് അൽ അമീൻ എന്നായിരുന്നു. അൽ അമീൻ എന്ന് പുകൾക്കൊണ്ട പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പത്തിലെ നല്ലത് പറയിപ്പിച്ച മകനായിരുന്നു. നമ്മളെല്ലാവരും അതുപോലെ ഏറ്റവും മനോഹരമായ സ്വഭാവത്തിന്റെ ഉടമകളാകാൻ പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. ഒരാളെ പറ്റിയും ഒരു ഫിത്നയിലേക്കും നമ്മൾ പോകരുത്. എല്ലാവരെയും സ്നേഹിക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത്. വെറുക്കാൻ എളുപ്പമാണ്, അകറ്റാൻ എളുപ്പമാണ്, സ്വതസിദ്ധമായ ശൈലിയിൽ സ്വന്തമായ ഒരു കുടുംബമായി ജീവിക്കാൻ എളുപ്പമാണ്, അയൽവാസികളെ ശ്രദ്ധിക്കാതെ ജീവിക്കാൻ എളുപ്പമാണ്, മറ്റുള്ള ആളുകൾക്ക് വേണ്ടി പണം ചെലവാക്കാതെ സേവിങ്സ് ഉണ്ടാക്കാൻ എളുപ്പമാണ് പ്രിയപ്പെട്ടവരെ. തന്റെ വരുമാനത്തിൽ ഒരു പൈസയും, ഒരു നയാ പൈസയും സക്കാത്തോ സ്വതക്കയോ കൊടുക്കാതെ അട്ടിവെക്കാൻ എളുപ്പമാണ്, ഒരു സംശയവുമില്ല. പക്ഷേ അതിൽ നിന്നെല്ലാം
നമ്മളെ ചെലവഴിക്കുകയും ഉദാരമതികളാകുകയും ശ്രദ്ധിച്ചുകൊണ്ട് വളർന്നു വലുതാകുക എന്നതാണ് ഏറ്റവും അഭികാമ്യം, ഏറ്റവും മനോഹരം. അതാണ്, അവിടേക്കാണ് നമ്മൾ വരേണ്ടത്. ഒരു മനുഷ്യനും ഇന്നാൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്, എല്ലാ ദിവസവും സുബഹി കഴിഞ്ഞാൽ അദ്ദേഹം തിരക്കിട്ട് പുറത്തേക്ക് ഇറങ്ങും, പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങും. കുറെ ആളുകൾ അത് ശ്രദ്ധിച്ചു. അന്വേഷിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ പോക്കെങ്ങോട്ടാണെന്ന് അന്വേഷിച്ചപ്പോൾ എന്താണെന്നറിയോ, നമ്മളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം. പല കുട്ടികൾക്കും മഗ്‌രിബിനുണ്ട് പുറത്തേക്ക് ഒരു പോക്ക്, 10 മണിക്കുണ്ട് പുറത്തേക്ക് ഒരു പോക്ക്. പിന്നാലെ കൂടി അന്വേഷിച്ചാൽ ഏറ്റവും ഒരു ജീർണിച്ചൊരു ചരിത്രം അവന്റെ പേരിൽ പിറക്കപ്പെടും, ഉറപ്പാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നമ്മുടെ യുവാക്കളും വലിയവരൊക്കെ ശ്രദ്ധിക്കണം. ഇടക്കിടക്കുള്ള ഒറ്റക്കുള്ള പുറപ്പെടലുണ്ടല്ലോ, അന്വേഷിച്ചാൽ ഏറ്റവും മോശമായ ഇടത്തേക്കാണ് അത് എത്തിച്ചേരാറുള്ളത് പലപ്പോഴും. അബൂബക്കർ സിദ്ദീഖിന്റെ അതുപോലെ പരിശോധിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ഏതെങ്കിലും ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്യണമാണെന്ന് എന്നതാണ് അത്ര അദ്ദേഹത്തിന്റെ തീരുമാനം. ഒരു ഉപകാരം ചെയ്യും, അതിനുവേണ്ടി പുറത്തത്. ഉമർ ഇബ്നു ഖത്താബ് പറയുന്നുണ്ട്, പലപ്പോഴും ഞങ്ങൾ അബൂബക്കർ സിദ്ദീഖിനെ ഒന്ന് തോൽപ്പിക്കാൻ, സദസ്സിൽ നിന്ന് ഒരു തവണയെങ്കിലും അബൂബക്കറിന്റെ മുമ്പിലെത്താൻ ഞങ്ങൾ പരിശ്രമിച്ചത്, കിട്ടിയില്ല. ഒരു ദിവസം അദ്ദേഹം സുബഹി കഴിഞ്ഞ് വേഗത്തിൽ പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാനും പിറകപ്പോയി. ഉമർ ഖത്താബ് പറയുന്നു, ഈന്തപ്പനയുടെ മറവിൽ ഇങ്ങനെ നിന്ന് അബൂബക്കർ എന്താണ് ചെയ്യുന്നത് എന്ന് നിരീക്ഷിച്ചപ്പം വാർദ്ധക്യ സഹജമായ രോഗം കൊണ്ട് ഒറ്റപ്പെട്ടു പോയ ഒരു വൃദ്ധ ദമ്പതികളെ കുളിപ്പിക്കുകയും മാറ്റി ശുശ്രൂഷിക്കുകയും അവർക്ക് വിരിപ്പ് വിരിച്ചു കൊടുത്ത് അവർക്ക് മരുന്ന് കൊടുത്ത് കിടത്തി വേഗത്തിൽ നടന്നു പോകുന്ന അബൂബക്കറിനെ കണ്ട് ഞാൻ ഞെട്ടി. ഉമർ ഖത്താബ് പറയുക. എന്നിട്ട് ഉമർ ഖത്താബ് അതേ വീട്ടിലേക്ക് കയറി ചെന്നു. അഭിമാന പുരസ്സരം തന്റെ സുഹൃത്തിനെ പരിചയപ്പെടുത്താൻ ഉമർ ഖത്താബ് പറഞ്ഞു, ഈ ആള് എന്നും വരാറുണ്ട് അവിടെ? ആ വൃദ്ധ ദമ്പതികൾ പറഞ്ഞു, അതെ, പലപ്പോഴും അവൻ വരും, ഞങ്ങളെ കുളിച്ചു വൃത്തിയാക്കും, ഞങ്ങൾക്ക് വിരിപ്പ് വിരിച്ചു തരും, ഞങ്ങൾക്ക് ഔഷധങ്ങൾ ആക്കി തരും, എന്നിട്ട് വേഗത്തിൽ പോകും. ഉമർ ഖത്താബ് അഭിമാനത്തോടെ ചോദിച്ചു, ആരാന്നറിയോ അത്? ഇത് വൃദ്ധ ദമ്പതികളുടെ മറുപടി എന്താണെന്നറിയോ? ആരാന്നറിയില്ല. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആരാന്നറിയില്ലത്രേ. ഇത്രയും ദിവസക്കാലം ഇതെല്ലാം ചെയ്തിട്ട് ഞാനിതാ അബ്ദുള്ളയുടെ മകൻ അബൂബക്കറാണ്, അല്ലെങ്കിൽ റസൂലുള്ളാഹിയുടെ ആദ്യമായി വിശ്വസിച്ച സഹാബത്താണ് എന്ന് പരിചയപ്പെടുത്താൻ പോലും നിൽക്കാതെ ഈ അയൽവാസിയെ, ഈ വൃദ്ധ ദമ്പതികളെ ശുശ്രൂഷിച്ച മഹാനായ ഈ അബൂബക്കർ സിദ്ദീഖിന്റെ അത്ഭുതകരമായ ആ സ്വഭാവവും ഇടപാടും കണ്ട് ഉമർ ഖത്താബിന്റെ കണ്ണുകൾ നനഞ്ഞു ആ ചരിത്രം. പ്രിയപ്പെട്ടവരെ, പഠിക്കണം നമ്മളെല്ലാവരും. നമ്മളുടെ സ്വഭാവവും ഇടപാടും നമ്മളുടെ ചില്ലറ ആളുകൾക്ക് നല്ല അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടുള്ളതാകരുത്. നമ്മൾ മരണപ്പെട്ടാൽ, നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, ഓ ആ നല്ല മനുഷ്യനെ റബ്ബേ നീ കാക്കണേ, നിന്റെ മകളെ പഠിപ്പിച്ച, നിന്റെ മകനെ പഠിപ്പിച്ച, നിന്റെ വിധവയായ മകളെ പോറ്റാൻ പണം നൽകിയ ഇന്ന മനുഷ്യനെ നീ രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്ന മനസ്സുകൾ ഈ ഭൂമിയിൽ ബാക്കി വേണമെങ്കിൽ നമ്മൾ നന്മ നിറഞ്ഞവരാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തരുണത്തിൽ മനസ്സംസ്കരണം നടത്തി ശുദ്ധരായ, ആത്മാർത്ഥമായി ചിരിക്കുന്ന, ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന, ആത്മാർത്ഥമായി സഹായിക്കുന്ന നല്ല മനുഷ്യരാകാൻ അല്ലാഹു നമ്മെ എല്ലാവരെയും അതിനുള്ള കഴിവും അറിവും സാഹചര്യവും മനസ്സും ഈമാനും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجعة نقمتك وجميع سخطك. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم إنا نعوذ بك من عذاب جهنم ومن عذاب القبر ومن فتنة المحيا والممات ومن فتنة المسيح الدجال. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. اللهم إنا نسألك العفو والعافية في الدنيا والآخرة. اللهم إنا نسألك العفو والعافية في ديننا ودنيانا. توفنا مسلما والحقنا بالصالحين. اللهم انصر الاخوان المسلمين في كل مكان. اللهم ارحمنا يا ارحم الراحمين. اللهم اشف مرضانا وارحم موتانا. اللهم صل على محمد وعلى ال محمد.